നമസ്കാരം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന ചൊല്ല് നമുക്കറിയാം. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടിപ്പരുവങ്ങളിൽ നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ ജീവിതത്തിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കും. ക്ലാസ് മുറികളിൽ നിന്നും കുട്ടികളുടെ ലോകത്തേക്ക് ഇറങ്ങി വന്ന് ഒരു വർണ്ണ ലോകം സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ഇന്ന് ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്കൂളുകൾ ഈ സ്ഥാപനത്തിനുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനത്തെ നമ്മൾ പരിചയപ്പെടാം. സിഡ്നി മോണ്ടിസോറി സ്കൂൾ. ഇത് സ്ഥിതി ചെയ്യുന്ന കോട്ടയം ഗാന്ധിനഗറിലാണ്. അവരുടെ പുതിയ ക്യാമ്പസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വ്യത്യസ്തമായ നല്ല മികച്ച പഠന രീതി, ഇതാ ഒരുപാട് കുരുന്നുകളുടെ വർണ്ണ ലോകമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടുത്തെ പഠന രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. സിഡ്നി മോണ്ടിസോറി സ്കൂൾ ഗാന്ധിനഗർ, വിശേഷങ്ങൾ കമാൺ. ഞാൻ ഒരു മോണ്ടിസോറി അഡ്മിഷന് വേണ്ടി, എൻ്റെ മകളുടെ ഒരു മോണ്ടിസോറി അഡ്മിഷന് വേണ്ടി കുറേ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ കേരളത്തിലെ മികച്ച ഒരു സ്ഥാപനമാണ് സിഡ്നി മോണ്ടിസോറി. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. കേരളത്തിൽ ഏതാണ്ട് 20ഓളം സ്ഥാപനങ്ങളാണ് വിവിധ ജില്ലകളിലായി സിഡ്നിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ചെയർപേഴ്സണായ പ്രിയപ്പെട്ട ജാസ്മിൻ മാത്യു ആണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരമുണ്ട്. നമസ്കാരം. മകളുടെ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നതാണ്. അപ്പം നമ്മുടെ പഠന സമയം മോണ്ടിസോറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ്. കാര്യം സിഡ്നി എന്ന് പറയുന്നത് ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, മികച്ച പഠന രീതി, നല്ല ഒരു സമീപനം ടീച്ചേഴ്സിൻ്റെ, പ്രത്യേകിച്ച് ഇവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ക്ലാസ് ടൈം എപ്പോഴൊക്കെയാണ് ക്ലാസ് ടൈം? നമുക്ക് മോർണിംഗ് 7:30 ടു ഈവനിങ് 6 o'clock വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. ശരി. കോച്ചിങ് ടൈം വരുന്നത് 9:15 to 3:15 ആണ് നമ്മുടെ കോച്ചിങ് ടൈം വരുന്നത്. അപ്പോൾ ഓഫീസിലൊക്കെ നമുക്ക് പോകേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം കയറി ചെയ്തോളൂ അല്ലേ? രാവിലെ കൊണ്ടുവന്നാക്കാം, കുഴപ്പമൊന്നുമില്ല. 7:30 തൊട്ട് സ്റ്റാഫ് അവൈലബിൾ ആണ്. ശരി. ശരിക്കും എന്നെ ആകർഷിച്ച് എന്താണെന്നറിയോ, മറ്റൊരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും സിഡ്നിയുടെ ഒരു ടീച്ചിങ് മെത്തേഡ്, കാര്യം ഈ ക്ലാസ് മുറികളൊക്കെ വിട്ട് അവരെ വർണ്ണലോകത്തേക്ക് ഇങ്ങനെ വിടുക, ഇവിടുത്തെ ഒരു ആംബിയൻസ് എങ്ങനെയാണ്, ഇവിടുത്തെ എങ്ങനെയാണ് പഠിപ്പിക്കുന്ന കുട്ടികളെ, എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡൊക്കെ? നമ്മൾ പക്ക മോണ്ടിസോറി മെത്തേഡ് അല്ല. മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്ത് കൂടുതലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പം കുട്ടികൾക്ക് കൂടുതൽ ക്രാഫ്റ്റ് വർക്കുകൾ, ഫീൽഡ് ട്രിപ്സ്, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, GK, റൈംസ്, സ്റ്റോറീസ്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവരെ ഫുള്ളി എൻഗേജ്ഡ് ആക്കി ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. എൻഗേജ്ഡ് ആക്കുക, പിന്നെ ഇൻട്രാക്ഷനും മിംഗ്ലിങ്ങും കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ശരി. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്? ഇവിടെ തന്നെ റെഡിയാക്കി കൊടുക്കുകയാണോ, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഫുഡിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഹോംലി ഫുഡിൻ്റെ മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ഫുഡിൻ്റെ പാറ്റേൺ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പം, പാലപ്പം, വെള്ളയപ്പം, ഇഡലി, ദോശ വിത്ത് കറിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ബേബി കെയർ, ബേബി സിറ്റിലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ 11 o'clock ഒരു കുറുക്ക് രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഓട്സ്, പഞ്ഞപ്പുല്ല്, റാഗി പൗഡർ, അങ്ങനത്തെ കുറുക്ക് രൂപത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ബേബി കെയർ, ബേബി സിറ്റിലെ കുട്ടികൾക്കാണ്. നോർമലി കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്ക്, അങ്ങനെ 3 ടൈമാണ് ഫുഡുള്ളത്. ലഞ്ച് എന്ന് പറയുമ്പോൾ വെജ് മീലാണ് പോകുന്നത്. സ്നാക്സ് എന്ന് പറയുന്നതും നമുക്ക് കോഴിക്കോട്ട, വട്ടയപ്പം, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ്. ഒരു ഫുഡ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നില്ല, ജങ്ക് ഫുഡ്സോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ കൊടുക്കുന്നില്ല. പിന്നെയാണെങ്കിൽ എല്ലാം മാവൊക്കെ ആണെങ്കിലും നമ്മുടെ മെസ്സിൽ തന്നെ, കിച്ചണിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡുകളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈവനിങ്ങിൽ 6 മണി വരെ ഇരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സ്നാക്സ് ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഈ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതല്ല, നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ നേരത്തെ ഇവിടെ പഠിച്ച കുട്ടികളുടെ രക്ഷകർത്താക്കൾ പറയുന്നത് സിഡ്നി ശരിക്കും ഒരു വീട് തന്നെയാണ്. ഇവിടുത്തെ ഹോംലി ഒരു
ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സ്കൂൾ വീടായി മാറുന്നു എന്നൊക്കെയാണ് അത് അവരെന്നോട് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം. നമ്മൾ ആ ഒരു രീതിയിലാണ്, ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോകുന്നത്. ശരി. ഒരു അമ്മയുടെ കരുതലോടുകൂടി തന്നെയാണ് ടീച്ചേഴ്സ് അവരെ കെയർ ചെയ്യുന്നതും ഫീഡ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. അവരെ ഉറക്കുന്നത് വരെ ടീച്ചേഴ്സാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫിന് നമ്മൾ ജസ്റ്റ് ടോയ്ലറ്റ് മറ്റ് കാര്യങ്ങൾക്ക് മാത്രമേ, ക്ലീനിങ് കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫുള്ളി അവരെ റിസീവ് ചെയ്യുന്നതും അവരെ വിടുന്നതും അവർക്ക് കെയറിങ് കൊടുക്കുന്നതും എല്ലാം ടീച്ചേഴ്സ് തന്നെയാണ്. അതാണ് ഒരു അമ്മയുടെ ഫീലിങ്സ്. കാര്യം ഞാൻ രാവിലെ വന്നായിരുന്നു, കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷത്തോടെ വരുന്നു. ടീച്ചേഴ്സ് അവരെ റിസീവ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് 100%, ഞാനും വൈഫും ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് 100% സന്തോഷമായി. അപ്പോൾ ധൈര്യത്തോടെ നമുക്ക് ഇങ്ങോട്ട് വിടാം. അഡ്മിഷൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? അഡ്മിഷൻ നമുക്ക് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. 6 മാസം മുതൽ 2 വയസ്സ് വരെ എന്ന് പറയുന്നത് ബേബി കെയർ വരും. 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ ബേബി സിറ്റ് വരും. 3 to 4 പ്ലേ ഗ്രൂപ്പാണ് വരുന്നത്. പിന്നെ LKG UKG ഇങ്ങനെയാണ് അവരുടെ ഏജ് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്കൂൾ ബസ് സർവീസ് അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. രാവിലെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈവനിങ്ങിലും സെയിം ഫെസിലിറ്റി തന്നെയുണ്ട്. ശരി മാം, ശരിക്കും ഈ സിഡ്നി മോണ്ടിസോറി എന്നുള്ളത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ എത്ര വർഷമായി നമ്മളിത് ആരംഭിച്ചിട്ട്? 22 വർഷമായി നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തുള്ളൊരു ബിൽഡിങ്ങിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഡോക്ടർ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ അന്ന് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായിരുന്നു സാറാണ് നമുക്ക് ആശയമല്ല, നമുക്ക് ദീപം കൊളുത്തി നമ്മൾ ഇനോഗ്രേഷൻ ഐശ്വര്യമായി തുടങ്ങിയത് സാറിൻ്റെ കൈവപ്പോടുകൂടിയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ചങ്ങനാശ്ശേരി, തിരുവല്ല, ആലപ്പുഴ, എറണാകുളം, ട്രിവാൻഡ്രം, ഇപ്പം തൃശ്ശൂർ വരെയായി. ഇപ്പം ഈ മന്ത് 20th കൂടി നമ്മൾ UL സൈബർ പാർക്ക് കോഴിക്കോടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മലബാറിന്റെ മണ്ണിലേക്ക് നമ്മൾ കൊണ്ട് എത്തുകയാണ്. അതെ, മലബാർ മണ്ണിലേക്ക് കാലുകുത്തുകയാണ്. അറിവാകുന്ന അഗ്നി പറന്ന് കയറുവാൻ സിഡ്നി മലബാറിന്റെ മണ്ണിലും വരുന്നുണ്ട് കേട്ടല്ലോ. മാം, എനിക്കൊരു സംശയം. ഇപ്പം ഞാൻ കോട്ടയത്താണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടി തിരുവല്ല, അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഇവിടെ കുട്ടിയെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ഞാൻ സിഡ്നിയിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരുമോ? സിഡ്നിയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഏത് കുട്ടിക്കും നമ്മുടെ സിഡ്നിയുടെ ഏതൊക്കെ ജില്ലയിൽ സിഡ്നി ഉണ്ടോ അങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നതിന് പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഫീസോ കാര്യങ്ങളോ ഒന്നും അഡീഷണൽ വരുന്നില്ല. ഇപ്പം കോട്ടയത്താണ് അഡ്മിഷൻ എടുത്തത്, തൃശ്ശൂർക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെ കുഞ്ഞ് ബാഗുമായിട്ട് നേരെ അങ്ങോട്ട് പോയാൽ മാത്രം മതി. വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. അതിൻ്റെ ബാക്കി പേപ്പേഴ്സ് വർക്കുകളെല്ലാം ഹെഡ് ഓഫീസിൽ നിന്ന് ചെയ്യും. അപ്പോൾ രക്ഷകർത്താക്കൾ ട്രാൻസ്ഫർ ആകുന്നതിനൊപ്പം തന്നെ കുട്ടികളും അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിക്കോളും. വേറെ പ്രൊസീജിയർ ഒന്നുമില്ല. അതൊരു വലിയ സേവനം തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഹോളിഡേയ്സ്, അതേപോലെ അവധി ദിവസങ്ങൾ, കേരളത്തിലൊക്കെ ഒരുപാട് അവധികളുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അന്ന് വർക്കിംഗ് ഡേ ആയിരിക്കുമോ, എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യേണ്ടത്? നമുക്ക് 12 months വർക്കിംഗ് ആണ്. നമുക്ക് ഓണം, ഈസ്റ്റർ, ക്രിസ്മസ്, വിഷു ഇത്രയും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അവധികൾ വരുന്നുള്ളൂ. അതും 2-3 ദിവസത്തെ അവധികളെ വരുന്നുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ വന്നാലും 4th സാറ്റർഡേ വന്നാലും ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അങ്ങനത്തെ ഒക്കേഷൻസ് വന്നാലും നമ്മളിവിടെ കെയറിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ നമ്മുടെ വർക്കിംഗ് ടൈം 7:30 to 6 വരെ നമുക്ക് വർക്കിംഗ് ടൈം ഉണ്ട്. പിന്നെ കോച്ചിങ് ടൈം വരുന്നത് 9:15 to 3:15 ആണ്. നമുക്ക് സൺഡേ മാത്രമേ നമുക്ക് അവധിയുള്ളൂ. ബാക്കിയെല്ലാം കെയറിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ പബ്ലിക് ഹോളിഡേയ്സിൽ പേരൻസ് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ പേരൻസിൻ്റെ കൂടെ നിർത്താൻ തന്നെ ഞങ്ങൾ പറയും. എംപ്ലോയീസ് ആയിരിക്കുന്ന പേരൻസ് അല്ല, ഗ്രാൻഡ് പേരൻസ് അല്ല, മെയ്ഡാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ പറയും സ്കൂളിലോട്ട് വിട്ടോളൂ, കൂടുതൽ മൊബൈലൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ സ്കൂളിലോട്ട് കൊണ്ടുവന്ന് തന്നെ വിട്ടോളാൻ ഞങ്ങൾ പറയും. അപ്പം അതിന് ആക്ടിവിറ്റീസ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ കൊടുക്കാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അവർക്ക് കൂടുതലും ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവധി ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത്. ശരിക്കും നേരത്തെ രക്ഷകർത്താക്കൾ എന്നോട് പറഞ്ഞത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ സ്കൂൾ വീടായി മാറുന്നു എന്ന് പറഞ്ഞില്ലേ, ആ വാക്കുകൾ അന്വർത്ഥമാകുന്ന രീതിയിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് ആ ഒരു സമീപനമാണ് കുട്ടികളോട്. ശരിക്കും അമ്മമാരെ പോലെ തന്നെ. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷനും ആ ഒരു ട്രെയിനിങ്ങും ഒക്കെ എങ്ങനെയാണ് മാം ഹാൻഡിൽ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ സെലക്ഷൻ എന്ന് പറയുന്നത് ഡിഗ്രി എബവ് ഉള്ള ടീച്ചേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് MBA കഴിഞ്ഞ സ്റ്റാഫുണ്ട്, BTech കഴിഞ്ഞവരുണ്ട്, B.Ed കഴിഞ്ഞവരുണ്ട്. ഡിഗ്രി എബവ് ആണ് നമ്മുടെ സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സിന്. നമ്മളിപ്പം വലിയ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് പോലെയല്ലല്ലോ കുഞ്ഞു കുട്ടികളെ മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ നമ്മൾക്ക് ഈ വരുന്ന സ്റ്റാഫിന് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള ക്ഷമയുണ്ടോ, സന്തോഷത്തോടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ മനസ്സിലാക്കും. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യും. അതിൽ നിന്ന് ട്രെയിനിങ് പീരീഡിൽ അവർ സെലക്ട് ആയവരെ മാത്രമേ നമ്മൾ പോസ്റ്റിംഗ് കൊടുക്കത്തുള്ളൂ. ശരി. അപ്പം എന്തായാലും വളരെ വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മകളെ നാളെ മുതൽ ഞാൻ ഇങ്ങോട്ട് വിടുകയാണ്. അഡ്മിഷൻ്റെ പ്രൊസീജിയർക്ക് ബാക്കി ഞാൻ ഓഫീസിൽ ചെയ്തോളാം. വിശദമായ കാര്യങ്ങൾ പറഞ്ഞ മാമിന് പ്രത്യേകം നന്ദി. അപ്പോൾ അറിവാകുന്ന അഗ്നി ചെറുപ്പത്തിലെ മികച്ച രീതിയിൽ ലഭിക്കുവാൻ സിഡ്നി മോണ്ടിസോറി സ്കൂള് നമുക്കൊരു റൈറ്റ് ചോയ്സ് തന്നെയാണ്. നമ്മളുടെ മക്കളുടെ ഭാവി ഞാനെന്തായാലും സുരക്ഷിതമാക്കി, നിങ്ങളും സുരക്ഷിതമാക്കും എന്ന പ്രതീക്ഷയോടെ എൻ്റെ മീഡിയ ടീമിനും ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാബ് ചങ്ങനാശ്ശേരി.